പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് നാം വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. മനുഷ്യൻ ദൈവത്തെ കൊള്ളയടിക്കുമോ? ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, മനുഷ്യൻ എന്നെ കൊള്ള ചെയ്യുന്നു എന്ന്. എങ്ങനെയാണ് മനുഷ്യൻ ദൈവത്തെ കൊള്ള ചെയ്യുന്നത്? ദശാംശങ്ങളിലും കാഴ്ചകളിലും തന്നെ. ദൈവം പറയുന്നു, ജനം മുഴുവൻ എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അഭിശപ്തരാണ് എന്ന്. ദശാംശം മുഴുവൻ എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരുവിൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാകട്ടെ. ദൈവം നമ്മെ വെല്ലുവിളിക്കുന്നുണ്ട്. നാം ദശാംശം മുഴുവൻ കൊടുത്താൽ ദൈവം സ്വർഗ കവാടം തുറന്ന് അനുഗ്രഹങ്ങൾ വർഷിക്കുകയില്ലേ എന്ന് നിങ്ങൾ പരീക്ഷിക്കുവിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നാം ദശാംശം കൊടുക്കുകയാണെങ്കിൽ നാം മാത്രമല്ല, നമ്മുടെ നാടും അനുഗ്രഹിക്കപ്പെടും. സമ്പത്ത് പങ്കുവയ്ക്കാൻ നാം മടിക്കുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ്. സമ്പത്ത് പങ്കുവയ്ക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോവുകയല്ലേ ചെയ്യുന്നത് എന്ന് നാം ചിന്തിക്കുന്നത് കൊണ്ടാണ് സമ്പത്ത് പങ്കുവയ്ക്കാൻ നാം താല്പര്യം കാണിക്കാത്തത്. അതുപോലെ ദശാംശം കൊടുക്കാത്തതിനും കാരണം അതുതന്നെയാണ്. നാം അത് കൊടുക്കുന്നില്ല എന്നത് തന്നെയല്ല, നമ്മുടെ മക്കളെ ദശാംശം കൊടുക്കുവാനായിട്ട് പറഞ്ഞ് പഠിപ്പിക്കാറും ഇല്ല. ഇതെല്ലാം നമ്മുടെ സ്വാർത്ഥത കൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നാം അറിഞ്ഞിരിക്കണം. ഈ ഭൂമിയിൽ ദൈവം എന്ന് പറയുന്നത് മറ്റു മനുഷ്യരാണ്. മനുഷ്യരിലാണ് ദൈവത്തെ നാം കാണേണ്ടത്. ദൈവം തന്ന സമ്പത്ത് ദൈവം തന്നെയായ നമ്മുടെ സഹോദരങ്ങൾക്ക്, ആവശ്യക്കാർക്ക് നാം പങ്കുവയ്ക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ ആയിരിക്കുന്നത്. നമ്മുടെ സഹോദരങ്ങൾക്ക്, അയൽക്കാർക്ക്, സമൂഹത്തിൽ ഭക്ഷണമില്ലാതെ വിഷമിക്കുന്നവർക്ക്, ചികിത്സിക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക്, അവരെ എല്ലാവരെയും നാം നമ്മുടെ കഴിവിനൊത്ത് നാം സഹായിക്കുമ്പോഴാണ് നാം നിക്ഷേപം സ്വർഗത്തിൽ കരുതി വയ്ക്കുന്നത്. മറ്റു നിക്ഷേപങ്ങളെല്ലാം നശിക്കുന്നവയാണ്. എന്നാൽ ദൈവത്തിനായി നാം കൊടുക്കുന്നത്, നമ്മുടെ സഹോദരങ്ങൾക്ക് കൊടുക്കുന്നത് ദൈവത്തിന് തന്നെയാണ് എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നതെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തു തരുന്നത് എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദൈവം നമുക്ക് നൽകിയ സമ്പത്ത്, ആരോഗ്യം, കഴിവുകൾ, സമയം, ഇതെല്ലാം നമ്മുടെ സഹോദരങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കാൻ നാം തയ്യാറാകുമ്പോഴാണ് ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ധന്യമാകുന്നത്. നാം ഈ ഭൂമിയിൽ എത്ര കാലം ജീവിച്ചു എന്നതല്ല, എപ്രകാരമാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്, അതനുസരിച്ചാണ് നമുക്ക് പ്രതിഫലവും ലഭിക്കുന്നത്. ദശാംശം മാത്രമല്ല, കാഴ്ചകൾ കൊടുക്കുവാനും കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്. ദൈവത്തിന് കാഴ്ച കൊടുക്കുമ്പോൾ അത് നല്ലതും മനസ്സിന് ഏറ്റവും സന്തോഷപ്രദവുമായ രീതിയിൽ വേണം കാഴ്ചകൾ സമർപ്പിക്കുവാൻ. അക്രമത്തിലൂടെ നേടിയെടുത്തതോ അല്ലെങ്കിൽ അവശതയുള്ളതോ ആയ വസ്തുക്കളെ അല്ല നാം ദൈവത്തിന് കാഴ്ച കൊടുക്കേണ്ടത്. നാം പലപ്പോഴും അത് നാം കൊടുക്കുന്നത് കൊട്ടിഘോഷിക്കാനും മറ്റുള്ളവരെ അറിയിക്കാനും വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ദൈവം പറയുന്നത്, ദാനധർമ്മം ചെയ്യുമ്പോൾ ഒരു കൈ ചെയ്യുന്നത് അടുത്ത കൈ അറിയാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് ഒരു രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കണം. ലോകത്തിൻ്റെ കയ്യടി വാങ്ങാൻ വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ആയിരിക്കരുത് നാം മറ്റുള്ളവരെ സഹായിക്കാനോ അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുവാനോ മുതിരുന്നത് എന്ന് നാം പ്രത്യേകം ഓർക്കണം. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം ദൈവഹിത പ്രകാരമാക്കിക്കൊണ്ട്, ദൈവവചനങ്ങൾക്കനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.